നിരണ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തായും അഭിമന്യ ഗീവർഗീസ് മാർ ഉസ്താദ്യോസ് തിരുമനസിന്റെ വാത്സല്യ ശിഷ്യനും പിൻഗാമിയും മലങ്കര സഭയുടെ മിഷൻ ബോർഡ് പ്രസിഡന്റും സഭാ സാമ്പത്തിക കാര്യ സമിതി അധ്യക്ഷനുമായ ഭദ്രാസന പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരുടെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നുവോ ആ മഹാത്മാവിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ, സ്മരണകൾക്ക് മുമ്പിൽ എൻ്റെ പ്രാർത്ഥനാപൂർവമായ പ്രണാമം. ഈ പ്രാവശ്യത്തെ മാർ ഒസ്താദ്യോസ് പ്രഭാഷണം നടത്തുന്ന നമ്മുടെ മുഖ്യ അതിഥി കൂടിയായിരിക്കുന്ന ഡോക്ടർ TM തോമസ് ഐസക് MLA, അദ്ദേഹം മലങ്കര സഭയുടെ ഒരു നല്ല സുഹൃത്തും സ്നേഹിതനുമാണ്. സഭയുടെ പല കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ കൈത്താങ്ങൽ തന്നിട്ടുള്ള സന്ദർഭങ്ങൾ ഈ തരുണത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നമ്മുടെ യോഗം ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു T. തോമസ് അവറുകളെ, യുവജന പ്രസ്ഥാനം ഭാരവാഹികളെ, ബഹുമാന്യരായ വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ളവർ, അഭിമന്യനായ വലിയ തിരുമേനിയുടെ 80ാം ജന്മദിനം ഈ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനം മാർ ഒസ്താദ്യോസ് പ്രഭാഷണം എന്നുള്ള ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആരംഭിച്ചു. മർത്തമറിയം സമാജം ബദാന്യ ഭവൻ എന്നുള്ള ഒരു സ്ഥാപനം തുടക്കം കുറിച്ചുകൊണ്ട് തിരുമേനിയുടെ ജന്മദിനം, 80ാം ജന്മദിനം ആഘോഷിച്ചു. കഴിഞ്ഞ നാളുകളിലെല്ലാം ഇത് മുടക്കം കൂടാതെ നടക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അതിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇപ്രാവശ്യത്തെ പ്രഭാഷണത്തിന് ആരെ ക്ഷണിക്കണം എന്ന് ചിന്ത വന്നപ്പോൾ ബഹുമാനപ്പെട്ട TM തോമസ് ഐസക്കിൻ്റെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിത്തീരുകയും ചെയ്തതിൽ എൻ്റെ വ്യക്തിപരമായ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കട്ടെ. അഭിമന്യനായ വലിയ തിരുമേനിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല. പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് മാത്രമല്ല, ശ്രോതാക്കളായിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന സർവർക്കും ഒരു 100 കൂട്ടം കാര്യങ്ങൾ വ്യക്തിപരമായ അടുപ്പത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അനുസ്മരിക്കുവാനായി ഉണ്ടാകും. ഇപ്രാവശ്യം യുവജന പ്രസ്ഥാനം ഈ പരമ്പരയുടെ നോട്ടീസ് പ്രസിദ്ധീകരിച്ചപ്പോൾ തിരുമേനിയെക്കുറിച്ചൊരു വാചകം അവരെഴുതി. കാലത്തിന് മറയ്ക്കാനാവാത്ത, കാലം മായ്ക്കാനാവാത്ത സംഭാവനകൾ സമൂഹത്തിന് നൽകി കടന്നുപോയ ഒരു തിരുമേനിയാണ്. അപ്പോൾ ഈ കാലത്തിന് മറയ്ക്കാത്ത, മായ്ക്കാത്ത സംഭാവനകൾ എന്നുള്ള വാചകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തിരുമേനിയെക്കുറിച്ച് 3 കാര്യങ്ങൾ ഉയർന്നു വന്നത് ഇൻ ടെലഗ്രാഫിക് വേർഡ്സ്, കമ്പിവാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. 1, തിരുമേനി കാലത്തിനു മുമ്പേ ചരിച്ച ഒരു മഹാത്മാവായിരുന്നു. ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണെങ്കിലും തിരുമേനിയുടെ ചിന്തകളും സ്വപ്നങ്ങളും ഭാവനകളും വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു. ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി ധാരാളം സ്വപ്നങ്ങൾ കണ്ട ഒരു മഹാത്മാവായിരുന്നു അഭിമന്യനായ വലിയ തിരുമേനി. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുൻ പ്രസിഡന്റും ഭാരതത്തിൻ്റെ അഭിമാനവുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, വലിയ സ്വപ്നങ്ങളോടുകൂടി വളരേണ്ടവനാണ് മനുഷ്യൻ എന്നും കൊച്ചു സ്വപ്നങ്ങളും വില കുറഞ്ഞ സ്വപ്നങ്ങളും നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല എന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ആത്യന്തികമായ ജീവിത വിജയത്തിന് സ്വപ്നങ്ങൾ ഉണ്ടാകണം. സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ആ സ്വപ്നങ്ങൾ ആർക്കും ഒന്നിനും ഇരയാകാതെ സൂക്ഷിക്കണം. ഉള്ളിലെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനുള്ള തപസ്സും ഉണ്ടാകണം. തിരുമേനിയുടെ സ്വപ്നങ്ങളാണ്
മലങ്കര സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും. ഇന്നലെ രാവിലെ MBBS ആയി പരുമല ആശുപത്രിയിൽ ഡോക്ടറായി ഇപ്പം സേവനം ചെയ്യുന്ന ഒരു കൊച്ചൻ എന്നെ കാണാൻ ഇവിടെ വന്നു. പുതുപ്പാടി ആശ്രമം ബാലഭവനത്തിൽ ഒരന്തേവാസിയായി വളർന്ന് പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി ഹൗസ് സർജൻസിയും കഴിഞ്ഞ് പരുമല ആശുപത്രിയിൽ ഡോക്ടറായി സേവനം ചെയ്യുന്ന ഡോക്ടർ ഡെന്നീസ് ആദ്യത്തെ മാസത്തെ ശമ്പളത്തിൻ്റെ ദശാംശവുമായി തിരുമേനിയുടെ നാമത്തിലുള്ള പ്രവർത്തനത്തിന് കൊടുക്കണമെന്നും പറഞ്ഞു വന്നതാണ്. ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, നീ ജോലി തുടങ്ങിയതേ ഉള്ളൂ, ഇത് ആദ്യത്തെ മാസത്തെ ശമ്പളമാ, നിനക്ക് ആവശ്യങ്ങൾ ഒരുപാടില്ലേ? അങ്ങനെയല്ല തിരുമേനിയെ പറ്റി പഠിപ്പിച്ചത് കൊടുക്കണമെന്നല്ലേ? ഇത് ആദ്യം മുതൽ തന്നെ ഞാൻ കൊടുത്തു തുടങ്ങുന്നില്ലെങ്കിൽ പിന്നെ മുടങ്ങിപ്പോകും. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ പുതുപ്പാടിയിൽ നിന്ന് MBBS കഴിഞ്ഞ് ഡോക്ടർമാരായി. അവിടുത്തെ തന്നെ 2 കുട്ടികൾ ഈ വർഷം പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിന് ചേർന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് യാചാരാം ബാലഗ്രാമിൽ, നമ്മുടെ ഏറ്റവും വലിയ ബാലഗ്രാമ, 110 കുഞ്ഞുങ്ങളുണ്ട്. തിരുമേനി ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തിനും അവിടെ കൊണ്ട് തുടങ്ങി, ഇവിടെ തുടങ്ങാൻ വയ്യായിരുന്നോ എന്നൊക്കെ ചോദ്യങ്ങൾ തിരുമേനിയുടെ മുമ്പിൽ ഉയർന്നിട്ടുണ്ട്. 2 വർഷത്തെ മുമ്പുള്ള വാർഷികത്തിന് ഞാൻ പോയപ്പോൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാൾ പ്രസംഗിക്കാൻ അവസരമെടുത്തു. അവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ആ യുവാവ് അവിടെ പ്രസംഗിച്ചു, നിങ്ങൾ ഇവിടെ വന്ന് ഈ സ്ഥാപനം തുടങ്ങുന്നില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ളത് 2 വഴികൾ മാത്രമാണ്. ഒന്നുകിൽ ഗുണ്ടാ സംഘത്തിൽ പെടുക, അല്ലെങ്കിൽ ഭിക്ഷാടനം എടുക്കുന്ന തെണ്ടിയായി മാറുക എന്നുള്ളത്. ഈ 2 സാധ്യതകളിൽ നിന്നാണ് ഞങ്ങളെ ഇവിടെ കൂട്ടിവരുത്തി ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം തന്ന് ഈ നിലയിൽ ഞങ്ങളെ എത്തിച്ചത് എന്ന്. തിരുമേനി കാലയവനികയ്ക്കുള്ളിൽ ഭൗതികമായി മറഞ്ഞു എങ്കിലും തിരുമേനിയുടെ കൈകൊണ്ട് തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ന് അനേകരാണ് അതിൻ്റെ അനുഭവങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന കുഷ്ഠരോഗികളുടെയും എയ്ഡ്സ് രോഗികളുടെയും ഒക്കെ മക്കളെ മാറോട് ചേർത്ത് നിർത്തി മുഖ്യധാരയിൽ കൊണ്ടുവരുവാനുള്ള തിരുമേനിയുടെ സ്വപ്നങ്ങൾ, അതിൻ്റെ ഫലം ഇന്ന് അനേകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. തിരുമേനി കാലത്തിനതീതനായി ചരിച്ച ഒരു മഹാത്മാവായിരുന്നു. പ്രസിദ്ധനായ ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റിനെ കുറിച്ച് വായിച്ചു. അദ്ദേഹത്തിന് അവസാനം വന്നപ്പോൾ ആർത്തറൈറ്റിസ്, വാദത്തിന്റെ രോഗബാധിതനായി നിൽക്കാനും നടക്കാനും കൈകൾ ചലിച്ച് ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടായി. വളരെ പാടുപെട്ട് ചിത്രം വരയ്ക്കുന്ന ഈ ആർട്ടിസ്റ്റിന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും പാടുപെട്ട് ഈ ചിത്രം വരയ്ക്കുന്നത്? നിങ്ങളെ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വേദന കടന്നു പോകും, എന്നാൽ എൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യം അതെന്നും നിലനിൽക്കും. ജീവിത സായാഹ്നത്തിൽ നടക്കാൻ ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, പല കാര്യങ്ങളിൽ തിരുമേനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും പിള്ളേരെ കൂട്ടുപിടിച്ചും കൂടെ നിൽക്കുന്നവരുടെ കൈക്ക് പിടിച്ചും തിരുമേനി പരക്കം പായുകയാണ്. ഞാൻ ഓർത്തു പോയിട്ടുണ്ട് എന്തിന് തിരുമേനി ആരോഗ്യമില്ലാതെ പാടുപെടുന്നു എന്നുള്ളത്. പക്ഷേ തിരുമേനിയുടെ സ്വപ്നം, എൻ്റെ വേദനകൾ കടന്നു പോകും, ഞാനും ഒരു പക്ഷേ ഈ ഭൂമുഖത്ത് നിന്ന് മാറിയേ മതിയാകുള്ളൂ, എങ്കിലും എൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യം അതെന്നും നിലനിൽക്കും എന്നുള്ളത്. തിരുമേനി കാലത്തിന് ഒപ്പം ചരിച്ച ഒരു മഹാത്മാവായിരുന്നു. കാലത്തിനതീതമായി മാത്രമല്ല, കാലഘട്ടത്തിന് അനുയോജ്യമായി തിരുമേനി ചരിച്ചു. കാലാതീതനായി കാലത്തിനപ്പുറം ചരിക്കാൻ തിരുമേനിക്ക് സാധിച്ചത് തിരുമേനിയുടെ പ്രാർത്ഥനയായിരുന്നു. തിരുമേനിയുടെ സ്വപ്നങ്ങൾ പൂവിടർന്നത്, മനസ്സിൽ ഉദിച്ചത് തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. എങ്കിൽ തിരുമേനി കാലത്തിനൊപ്പം ജീവിക്കാനായിട്ട് സാധിച്ചത് തിരുമേനിയുടെ പരന്ന വായനയുടെ പ്രതിഫലനമായിരുന്നു. തിരുമേനി ഉണ്ടായിരുന്ന സമയത്ത്
6-7 പത്രങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നു. ഞാനായിട്ടത് നിർത്താൻ പോയില്ല. പക്ഷെ ഈ 7 പത്രങ്ങളും തിരുമേനി അരിച്ചു പെറുക്കി വായിക്കുമായിരുന്നു. രാവിലെ എപ്പോഴെങ്കിലും തിരുമേനിയുടെ മുറിയിൽ കയറി ചെന്നാൽ തിരുമേനി ആദ്യം എന്നോടിക്കുന്നത്, ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ വായിച്ചോ, ലെറ്റർ ടു ദി എഡിറ്റർ വായിച്ചോ, ഇന്ന വിഷയം വായിച്ചോ? പലപ്പോഴും ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അത് കേൾക്കുന്ന ഉടനെ ഒന്നുകിൽ അടയാളപ്പെടുത്തിയത് അല്ലെങ്കിൽ അത് കട്ട് ചെയ്തെടുത്ത പേപ്പർ കട്ടിംഗ് ആണെങ്കിൽ എന്നെ തന്നിട്ട് ഇതുകൊണ്ട് വായിച്ച് പഠിക്ക് എന്ന് പറഞ്ഞ് തിരുമേനി തരുമായിരുന്നു. ഏത് പ്രായത്തിലുള്ളവർ, വൃദ്ധരാകട്ടെ, അതുപോലെ മധ്യവയസ്കരാകട്ടെ, കുട്ടികളാകട്ടെ, തിരുമേനിയുടെ അടുത്ത് വന്നാൽ തിരുമേനിക്ക് അവരോട് സംസാരിക്കാൻ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കാലോചിതമായ വിഷയങ്ങളെ തിരുമേനിയുടെ പരന്ന വായനയിലൂടെ തിരുമേനി ഉൾക്കൊണ്ടിരുന്നു. ഈ എഡിറ്റോറിയലൊക്കെ വായിച്ചിട്ട് തിരുമേനി അതിന് മറുപടി അയക്കുമായിരുന്നു. ലെറ്റർ ടു ദി എഡിറ്റർ, അതിന് വരുന്ന കത്തുകൾ വായിച്ചിട്ട് അതിന് തിരുമേനി മറുപടി അയക്കുമായിരുന്നു. അങ്ങനെ വൈജ്ഞാനിക ലോകത്ത് എന്നും അപ്ഡേറ്റഡായി നിൽക്കാനായിട്ട് തിരുമേനിക്ക് സാധിച്ചത് കൊണ്ട് തിരുമേനി കാലത്തിന് ഒപ്പം ചലിച്ചു എന്ന് മാത്രമല്ല, മൂന്നാമത് ഞാൻ പറയും, തിരുമേനി കാലത്തിനെതിരെ നടന്നവനാണ്. കാലഘട്ടത്തിന്റെ ഒഴുക്കിനൊത്ത് തിരുമേനി നീങ്ങിയില്ല. കാലോചിതമായി ജീവിക്കാൻ ശ്രമിച്ചപ്പോഴും കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ തിരുമേനി നിരന്തരമായി വാക്കിലൂടെയും എഴുത്തിലൂടെയും തിരുമേനി പ്രതികരിച്ചു. ചത്തതിന് ഒപ്പം ഒഴുകുക എന്നുള്ളത് ഒഴുക്കിനൊപ്പം നീങ്ങുക എന്നുള്ളത് ചത്ത മീനുകളാണെന്നുള്ളത് ഒരു ജാപ്പനീസ് പഴമൊഴിയുണ്ട്. പക്ഷേ തിരുമേനി കാലഘട്ടത്തിന്റെ തിന്മകളെയും മ്ലേച്ഛതകളെയും തിരുമേനി വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായ, എവിടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളും മനുഷ്യത്വപരമായ കാര്യങ്ങൾക്കും കോട്ടം സംഭവിക്കുന്നുണ്ടോ അവിടെ തിരുമേനി, നമുക്കറിയാമല്ലോ, പല്ലുമൊക്കെ കടിച്ചു പിടിച്ച് ഞെരിച്ചു പിടിച്ച് തിരുമേനിയുടെ മുഖഭാവം മാറും, തിരുമേനിയുടെ ബോഡി ലാംഗ്വേജ് മാറും, തിരുമേനിയുടെ ഭാഷ മാറും. ഇതിനെല്ലാം ആമോസിന്റെ ആവേശത്തോടെ, യെശയ്യാവിന്റെ ശക്തിയോടെ തീരുന്നില്ല, യോഹന്നാൻ മാബ്ദാനായുടെ വീറോടെ കാലഘട്ടത്തിന്റെ തിന്മകൾക്കെതിരെ തിരുമേനി പ്രതികരിച്ചു. അതിനുള്ള ആവേശം തിരുമേനിക്ക് കിട്ടിയത് തിരുമേനിയുടെ നിരന്തരമായ തിരുവചന അനുഭവത്തിലൂടെയാണ്. പ്രാർത്ഥനയിലൂടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നാളത്തെ ഒരു നല്ല ലോകത്തിന് വേണ്ടി തിരുമേനി പ്രവർത്തിച്ചു. തിരുമേനിയുടെ പരന്ന വായന തിരുമേനിയെ കാലികനാക്കി തീർത്തു. ഒരിക്കലും തിരുമേനി നമ്മളോട് പ്രസംഗിക്കുമ്പോൾ എന്നും പുതിയ വിഷയങ്ങളാണ് പ്രസംഗിക്കുന്നത്. രാവിലെ പ്രസംഗിക്കുന്നു, ഉച്ചയ്ക്ക് പ്രസംഗിക്കുന്നു, വൈകിട്ട് പ്രസംഗിക്കുന്നു, എപ്പോഴവസരം കിട്ടിയാലും പ്രസംഗിക്കുന്നു. പ്രസംഗിക്കാതിരിക്കാൻ തിരുമേനിക്ക് കഴിയുന്നില്ല. കാരണം കാലികമായ വിഷയങ്ങൾ തിരുമേനിയുടെ മനസ്സിൽ കിടന്ന് തിളച്ച് മറിയുന്നു. കാലഘട്ടത്തിന്റെ മനുഷ്യത്വരഹിതമായ വിഷയങ്ങളെ തിരുമേനി വെല്ലുവിളിച്ചുകൊണ്ട് ജീവിച്ചു. ആദ്യത്തേത് പ്രാർത്ഥന കൊണ്ടായിരുന്നു എങ്കിൽ രണ്ടാമത്തേത് പരന്ന വായന കൊണ്ടായിരുന്നു, മൂന്നാമത്തേത് തിരുവചന അനുഭവത്തിലൂടെ അതുമായിട്ടുള്ള ബന്ധത്തിലൂടെ ആയിരുന്നു. ഈ 3 മേഖലകളിലൂടെ ജീവിതത്തെ മഹത്വീകരിച്ച പുണ്യാത്മാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥന പ്രണാമം നിർത്തട്ടെ.